ആർത്തവം അയിത്തമല്ലെന്ന് പ്രഖ്യാപിച്ച് കൊച്ചിയിൽ നടക്കുന്ന ആർപ്പോ ആർത്തവം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. സംഘാടകർ തീവ്ര ആക്ടിവിസ്റ്റുകളാണെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് തീരുമാനം. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായിരുന്നു മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചിരുന്നത്. CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, ഇത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കം ഇടതുപക്ഷ സംഘടനകളുടെ പിന്തുണയോടെയാണ് ഈ സമരം എന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രതിഷേധമല്ലിൽ പരിപാടി എന്ന രീതിയിലായിരുന്നു നേരത്തെ സംഘാടകർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തു തിരിച്ചടിയാണ് ഇതിനുണ്ടായിരിക്കുന്നത്? ആർത്തവം അയിത്തമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ഇന്നലെയും ഇന്നുമായി ആർത്തവം എന്ന പരിപാടി മറൈൻ ഡ്രൈവിൽ നടക്കുന്നത്. ഇന്നലെ അതിന്റെ ഭാഗമായിട്ട് ആർത്തവ റാലിയും ഇന്നലെ മറൈൻ ഡ്രൈവിൽ നിന്നും ആരംഭിച്ച് നഗരത്തിലൂടെ നടന്നിരുന്നു. ഇന്ന് അതിന്റെ സമാപന പൊതുസമ്മേളനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ നേരത്തെ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കാര്യപരിപാടിയും ബ്രോഷറും അടക്കം അച്ചടിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് എറണാകുളം ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന, രാവിലെ കളമശ്ശേരിയിൽ 2 പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി അതിനുശേഷം 12 മണിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. എന്നാൽ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ സംഘാടകർ തീവ്ര ആക്ടിവിസ്റ്റുകളാണ് എന്ന തരത്തിലുള്ള പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് അടക്കമുണ്ട്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷവും മുഖ്യമന്ത്രിക്ക് 2 പരിപാടികൾ എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട്. തൃപ്പൂണിത്തുറയിലും ഒപ്പം തന്നെ എറണാകുളം താജ് ഹോട്ടലിലും 2 പരിപാടികളുണ്ട്. പക്ഷേ അതിനിടയിൽ തീരുമാനിച്ചിരുന്ന പരിപാടിയാണ് ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആർത്തവം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്ന് പറയുന്നു. പ്രകാശ്, ഈ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം, അതിനുള്ള ഒരുക്കങ്ങൾ സംഘാടകർ നടത്തുകയായിരുന്നുവല്ലോ. ഇപ്പോഴായിരിക്കും അവർ കാര്യങ്ങൾ അറിഞ്ഞു വന്നത്. മറ്റേതൊക്കെ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്? അവരുടെ സാന്നിധ്യമൊക്കെ പ്രതീക്ഷിക്കാമോ? മറ്റ് ചില വിവിധ ദളിത് സാമൂഹ്യ സംഘടനകളുടെ ഭാരവാഹി പങ്കെടുക്കുന്നത്. ഇന്നലെ റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് രഞ്ജിത്താണ്. അത്തരത്തിൽ മറ്റ് ദളിത് സാമൂഹ്യ രംഗത്തുള്ള ആക്ടിവിസ്റ്റ് അടക്കമുള്ള ആളുകളാണ് ഈ പരിപാടിയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. മറ്റ് ജനപ്രതിനിധികളോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിനിധികളോ ആരും തന്നെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകനായിട്ടാണ് സംഘാടകർ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്ന് അവർ അറിയിക്കുകയും ചെയ്തു. ആനി രാജ CPIയുടെ മഹിളാ നേതാവ് കൂടിയായിട്ടുള്ള ആനി രാജ ഒരുപക്ഷെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ CK ജാനു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ആർത്തവം പരിപാടിയിൽ, കൊച്ചിയിലെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഇടതുപക്ഷത്തെ പല പ്രമുഖരെയും സംഘാടകർ പരിപാടിയിലേക്ക് പ്രതീക്ഷിച്ചിരുന്നു. ഇന്നലെയാണ് പരിപാടി ആരംഭിച്ചത്. ഇന്ന് അത് അവസാനിക്കും. ഇന്ന് 12 മണിക്കായിരുന്നു മുഖ്യമന്ത്രി ഈ പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ പരിപാടിയുടെ സംഘാടകർ തീവ്ര ആക്ടിവിസ്റ്റുകളാണ് എന്ന പോലീസ് റിപ്പോർട്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആർത്തവം സംഘാടകർക്ക് വലിയ തിരിച്ചടിയാണ് ഈ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ചിരുന്ന ആശയം അത് ശബരിമല വിഷയവുമായൊക്കെ ബന്ധപ്പെട്ടായിരുന്നു. അതിൽ അവർ മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കാനിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ തീവ്ര ആക്ടിവിസ്റ്റുകളാണ് എന്ന രീതിയിലുള്ള പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ നിന്ന് പിന്മാറിയത്. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ, മകരജ്യോതി ദർശനത്തിനൊരുങ്ങി ശബരിമല. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് മകരവിളക്കിന് ഒരുക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെയും നിരീക്ഷണ സമിതിയുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും. മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതുൾപ്പെടെ മകരവിളക്കിന്റെ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് ഭക്തരെത്തിയാലും ശബരിമലയിൽ മകരവിളക്ക് ദർശനം സുഗമമായിരിക്കുമെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്രമങ്ങളും പ്രചാരണവുമാണ് തീർത്ഥാടകരും വരുമാനവും കുറയാൻ കാരണമെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം ആളുകൾ വന്നാലും അവർക്കെല്ലാം സൗകര്യപ്രദമായി മകരജ്യോതി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ അപകടം പിടിച്ച സ്ഥലങ്ങൾ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും
സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേകമായിട്ടുള്ള സേവനം അവിടെയെല്ലാം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രാവശ്യം സുപ്രീം കോടതി വിധിക്ക് ശേഷം ഒരു പ്രത്യേക സാഹചര്യം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ആ സാഹചര്യം വരുമാനത്തിലും സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കുന്നുണ്ട്. അതെല്ലാം മറികടക്കാൻ നമുക്ക് സാധിക്കും വരുന്ന നാളുകൾ. മകരവിളക്കിനോട് അനുബന്ധിച്ചുള്ള ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് ന്യൂസ് 18 പറഞ്ഞു. ശബരിമല മുഖ്യതന്ത്രി കണ്ഠരര് രാജീവരാണ് നമുക്കൊപ്പം ഉള്ളത്. ഇന്നത്തെ പ്രധാന പൂജകൾ എന്താണ്? മകരവിളക്കിന്റെ പൂജയ്ക്ക് മുന്നോടിയായിട്ട് ശുദ്ധിക്രിയകൾ നടത്തും. ഇന്നലെ പ്രാസാദ ശുദ്ധിക്രിയകൾ നടന്നു. ഇന്ന് ബിംബശുദ്ധിക്രിയ ഉച്ചപൂജയോടനുബന്ധിച്ച് നടത്തും. നാളെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി ദീപാരാധന, അതിനുശേഷം സംക്രമ പൂജ 7:52 ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. മകരവിളക്കിന് മുന്നോടിയായുള്ള പമ്പാവിളക്കും പമ്പാ സദ്യയും ഇന്ന് നടക്കും. മകരസംക്രമനാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി പന്തളത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര മാടമൺ ഹൃഷികേശ ക്ഷേത്രത്തിലെത്തി. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ജോയി നായരും ആർ കിരൺ ബാബുവും, പമ്പയിൽ നിന്ന് MS അനീഷ് കുമാർ, ഒപ്പം വള്ളക്കടവ് മടമണിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് എന്നിവർ ചേരുന്നു. ആദ്യം സുർജിത്തിലേക്ക് പോയാൽ, സുർജിത്ത്, ഈ മകരസംക്രമ വേളയിൽ അയ്യന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. ഇപ്പോൾ എവിടെയെത്തി? എപ്പോഴേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, മറ്റു ചടങ്ങുകൾ ഇന്നത്തേത് പൂർത്തിയാകും? രഞ്ജിത്ത്, മാടമൺ ഋഷികേശ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേർന്നിരിക്കുന്നത്. നൂറുകണക്കിന് ഭക്തരുടെ അകമ്പടിയോടെയാണ് ഇവിടെ വലിയ രീതിയിലുള്ളൊരു സ്വീകരണമാണ് ഒരുക്കിയത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി തന്നെ അയിരൂർ പുതിയ കാവിൽ നിന്നുമാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര പുനരാരംഭിച്ചത്. രാജപ്രതിനിധിയായിട്ടുള്ള രാഘവ വർമ്മയുടെ നേതൃത്വത്തിലാണ് ഈ യാത്ര. കുളത്തിനാൽ ഗംഗാധര പിള്ളയുടെ നേതൃത്വത്തിൽ 22 പേർ അടങ്ങുന്ന സംഘമാണ് ഈ തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങൾ വഹിക്കുന്നത്. ഈ യാത്ര ഇപ്പോൾ ഇന്ന് വൈകിട്ട് ലാഹയിലാണ് ഇന്ന് എത്തുന്നത്. ലാഹ സത്രത്തിലാണ് ഈ സംഘത്തിനുള്ള വിശ്രമമുള്ളത്. ഇതിനുശേഷം നാളെ യാത്ര പുനരാരംഭിക്കും. നാളെ അട്ടത്തോട് വഴി ആണ് പൂർണ്ണമായും പിന്നീട് കാനനപാതയിലൂടെയാകും ഈ ശബരിമലയിലേക്കുള്ള ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ പ്രയാണം. ലാഹയിൽ നിന്നും അട്ടത്തോട് വഴി പരമ്പരാഗത വനപാതയിലൂടെ നീലിമല കയറി യാത്ര ശരംകുത്തിയിലെത്തും. അവിടെ ദേവസ്വം ബോർഡ് പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളും ചേർന്ന് ഈ യാത്രയെ സ്വീകരിക്കും. ഇതിനുശേഷം സന്നിധാനത്തേക്ക് പുറപ്പെടും. വൈകിട്ടോടുകൂടി സന്നിധാനത്ത് എത്തിച്ചേരും. പിന്നെ മകരസംക്രമത്തിൻ്റെ ഭാഗമായി നട തുറക്കുമ്പോൾ അയ്യപ്പ വിഗ്രഹത്തിൽ ഈ തിരുവാഭരണങ്ങൾ ചാർത്തിയാകും ദർശനം സാധ്യമാവുക. ആ വിധത്തിൽ ഈ മകരസംക്രമത്തിനായി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേരുക. ഈ യാത്രയ്ക്ക് സ്വീകരണമൊരുക്കാൻ വഴിയരികിൽ പോലും ദീർഘനേരം കാത്തുനിന്ന് ഭക്തജനങ്ങൾ യാത്രയ്ക്ക് താലപ്പൊലിയും അതോടൊപ്പം തന്നെ നിലവിളക്കും കൊളുത്തിക്കൊണ്ട് യാത്രയ്ക്ക് സ്വീകരണം നൽകുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. എന്തുതന്നെയായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും പന്തളം കൊട്ടാരം തങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പരാതി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അതനുസരിച്ച് തന്നെ വലിയ അളവിലുള്ള സായുധ പോലീസ് സംഘം കൂടി ഈ യാത്രയെ അനുധാവനം ചെയ്യുന്നുണ്ട്. ഈ അർത്ഥത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടിയാണ് യാത്ര. അത്തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെ തിരുവാഭരണ ഘോഷയാത്ര പരമ്പരാഗത കാനനപാതയിലൂടെ സന്നിധാനത്തേക്കുള്ള യാത്രയിലാണ്. സന്നിധാനത്ത് നിന്ന് ജോയി നായരും ആർ കിരൺ ബാബുവും ഒപ്പം MS അനീഷ് കുമാർ പമ്പയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം ജോയി നായരിലേക്ക് പോയാൽ, ജോയി, ഏറ്റവും പുതിയ വിവരങ്ങൾ ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട്, മകരവിളക്കിന്റെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട്. രഞ്ജിത്ത്, തിരക്ക് ഓരോ മണിക്കൂറിലും കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ 9 മണി വരെയുള്ള കണക്കനുസരിച്ച് 18,000-ഓളം പേരായിരുന്നു സന്നിധാനത്തേക്ക് എത്തിയത്. രാത്രി 12 മണി മുതലുള്ള കണക്കാണ്. ഇന്നലെ രാത്രി 12 മണി വരെ 66,000-ഓളം പേരാണ് സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തിയത്. ഇപ്പോൾ ഈ 10 മണി കഴിഞ്ഞതോടുകൂടി ഏകദേശം 25,000-ലധികം പേർ സന്നിധാനത്തേക്ക് എത്തി എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇന്നലെ എത്തിയവരും ഇന്ന് എത്തിയവരുമെല്ലാം ഇന്നിവിടെ തമ്പടിക്കാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ സന്നിധാനത്ത് പരിസരത്തുമെല്ലാം കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ളൊരു സാധ്യത തന്നെയുണ്ട്. പാണ്ഡിത്താവളം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ മുതൽ തന്നെ
ഭക്തരെത്തി താവളമടിച്ചിരുന്നു. അവിടെ കൂടുതൽ പേർ ആ ഭാഗങ്ങളിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉച്ച കഴിയുന്നതോടുകൂടി വലിയൊരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ സീസണിൽ 4 ലക്ഷത്തോളം പേരാണ് ഈ മകരവിളക്ക് ദിവസത്തെ 2 ദിവസങ്ങളിലായി മകരവിളക്ക് ദിവസവും തലേ ദിവസവുമായെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം ഒരു തിരക്ക് ഈ സീസണിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല. എന്നാൽ കൂടിയും 2.5 ലക്ഷത്തോളം ഭക്തർ ഈ മകരവിളക്ക് ദിവസം നാളെ ഇവിടെ സന്നിധാനത്തും പരിസരത്തുമായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ചും പമ്പയിൽ ഇത്തവണ ഹിൽ ടോപ്പിൽ മകര ജ്യോതി ദർശനത്തിന് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ പമ്പയിലുള്ള ഭക്തർ കൂടി സന്നിധാനത്തും മറ്റ് പരിസര പ്രദേശങ്ങളിലും കൂടുതലായി എത്താനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഈ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ ഈ പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ശക്തമായ നിരീക്ഷണത്തിലൂടെ തന്നെയാണ് ഇവിടെ എത്തുന്ന ഭക്തരെ എല്ലാം കയറ്റിവിടുന്നത്. ഇപ്പോൾ 18-ാം പടിയിൽ കൂടിയുള്ള ഭക്തരുടെ ഒരു തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കഴിഞ്ഞ മണിക്കൂറുകളാണ് ഇത്തരം ഒരു തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. രാവിലെ 9 മണിവരെ ഇത്തരമൊരു തിരക്ക് അനുഭവപ്പെട്ടില്ലെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന സൂചന വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. ദേവസ്വം ബോർഡിന്റെ യോഗം തുടരുന്നു. അതുപോലെ തന്നെ അവലോകന യോഗങ്ങളെല്ലാം വിവിധ വകുപ്പുകളുമായി ചേർന്നുള്ള ഒരു അവലോകന യോഗമാണ് ചേരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് അവലോകന യോഗം ചേരുന്നത്. ഹൈക്കോടതി സന്നിധാനത്തും മറ്റും മകരവിളക്കിന്റെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് കിരൺ ബാബു കൂടി ചേരുന്നു. നേരത്തെ കിരൺ തന്ത്രിയുമായി സംസാരിച്ചിരുന്നുവല്ലോ. മകരവിളക്കുമായി ബന്ധപ്പെട്ട ഇന്നത്തെയും നാളത്തെയും അടക്കമുള്ള പൂജകൾ, ആചാര ക്രമീകരണങ്ങൾ, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്താണ്? ഇതൊക്കെ പൂർത്തിയായി. ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നടപടികൾ ദേവസ്വം ബോർഡിന്റെയും ഒപ്പം തന്ത്രിയുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്? മകരവിളക്ക് പൂജയ്ക്കുള്ള അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഉന്നതതല യോഗം നടക്കുകയാണ്. ഇനിയും എന്തെങ്കിലും തെറ്റുകൾ തിരുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ, ഇത്തരം വിഷയങ്ങളെല്ലാം ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഈ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പൂജയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ഇന്നലെ തന്നെ ഏകദേശം ഇതിനുള്ള പൂജകൾ ആരംഭിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് പ്രാസാദ ശുദ്ധിക്രിയ. ഇത് പൂജയ്ക്ക് മുന്നോടിയായി നടത്തുന്നതാണ്. ഇന്ന് ഉച്ചയോടുകൂടി ബിംബ ശുദ്ധിക്രിയ നടത്തും. ഇത് രണ്ടുമാണ് പ്രധാനമായും ഈ മകരവിളക്ക് പൂജയ്ക്ക് തൊട്ടു മുമ്പായുള്ള പൂജകൾ നടക്കുന്നത്. ഈ 2 പൂജകളും നടക്കണം. നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവാഭരണം സന്നിധാനത്തെത്തുക. തിരുവാഭരണം അയ്യനെ ചാർത്തി കഴിഞ്ഞാൽ നാളെ സന്ധ്യയോടുകൂടിയാണ് മകരജ്യോതി. അതിനുശേഷമാണ് മകരസംഗമം. സൂര്യൻ ദക്ഷിണ രാശിയിൽ നിന്ന് ഉത്തരരാശിയിലേക്ക് നീങ്ങുന്ന സമയമാണ്. കൃത്യം ആ രാശി മാറുന്ന സമയത്തെയാണ് മകരസംക്രമം എന്ന് പറയുന്നത്. ഈ മകരസംക്രമ സമയത്താണ് 7:52 മകരസംക്രമം. ഈ സമയത്താണ് മകരസംക്രമ പൂജ നടക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും ഇതിനുവേണ്ടിയുള്ള മറ്റ് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായി എന്നാണ് തന്ത്രി പ്രധാനമായും നമ്മളോട് പറഞ്ഞത്. ഒപ്പം പമ്പയിൽ നിന്ന് MS അനീഷ് കുമാറും ചേരുന്നു. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ പമ്പയിൽ നിന്നുള്ള ഒരു തീർത്ഥാടകരുടെ ഒഴുക്ക് അത് ഓരോ നിമിഷവും വർദ്ധിച്ചു വരികയാണ്. നേരത്തെ 30,000-ഓളം പേർ പമ്പയിൽ നിന്ന് കടന്നുപോയി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് തിരക്ക്? കൂടുതൽ പേർ നിലയ്ക്കൽ നിന്നും മറ്റും അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ടോ? രഞ്ജിത്ത്, ഏറ്റവും ഒടുവിൽ കണക്കുകൾ ലഭിക്കുമ്പോൾ 35,000-ലധികം ഭക്തരാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറിയിരിക്കുന്നത്. ഇന്നലെ ഒരു ദിനം മുഴുവൻ എടുത്തിട്ടും 68,000 അടുത്ത് ആളുകൾ മാത്രമാണ് സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്ന് എന്നാൽ ഉച്ചവരെ എത്തുമ്പോൾ തന്നെ അതിൻ്റെ പകുതിയിലധികം ആളുകൾ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇനി വരും മണിക്കൂറുകളിൽ തിരക്ക് വർദ്ധിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പോൾ നമ്മളുള്ളത് പമ്പയിൽ അമ്പലപ്പുഴ സംഘത്തിനോടൊപ്പമാണ്. ഇവിടെ പമ്പാ സദ്യക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഉച്ചപൂജ കഴിഞ്ഞ ശേഷമാവും പമ്പാ സദ്യ നടക്കുക. ഇതിനുള്ള എല്ലാ വിഭവങ്ങളും ക്രമീകരിച്ച് അവസാനവട്ട ഒരുക്കങ്ങൾ അമ്പലപ്പുഴ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. 12 കൂട്ടം കറികളും അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മാതൃകയിലുള്ള പാൽപ്പായസം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു രീതിയിലുള്ള സദ്യയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും അമ്പലപ്പുഴ സംഘത്തിലെ ആളുകൾ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. എപ്പോഴാണ് ഈ സദ്യ ആരംഭിക്കുക? എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞോ? എല്ലാ ക്രമീകരണങ്ങളും പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുന്നു. പപ്പടം കാച്ചിനോടുകൂടി ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാകും. നിങ്ങൾ എന്നിട്ട് എപ്പോഴാണ് ഈ പമ്പാ സദ്യ? അമ്പലപ്പുഴ അമ്പലത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാൻ ഗരുഡാരൂഢനായി ഇവിടെ എത്തുമെന്നാണ് ഞങ്ങളുടെ സങ്കല്പം. പലപ്പോഴും വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഗരുഡൻ ഇതിൻ്റെ മേൽ ആകാശത്ത് വട്ടമിട്ട് പറക്കും. അത് കഴിഞ്ഞിട്ടാണ് സദ്യ വിളമ്പാൻ തുടങ്ങുന്നത്. എന്നിട്ട് എപ്പോൾ നിങ്ങൾ ഇനി സന്നിധാനത്തേക്ക് ഉദ്ദേശം ഒരു 4 മണിയോട് പൂർത്തിയാക്കും. രഞ്ജിത്ത്, ഇവിടെ പമ്പാ സദ്യ കഴിഞ്ഞ ശേഷം അമ്പലപ്പുഴ സംഘം 4 മണിയോടുകൂടി സന്നിധാനത്തേക്ക് കയറും. ഇതോടൊപ്പം തന്നെ നിരവധി ഭക്തരും ഈ സമയം കണക്കാക്കി സന്നിധാനത്തേക്ക് പോകുന്നവരുണ്ട്. കുറേയധികം ആളുകൾ പമ്പയിൽ പമ്പ വിളക്കിന് വേണ്ടി കാത്തു നിൽക്കും. ഇതിനും ശേഷം ആളുകൾ പോകും. അതായത് വൈകുന്നേരത്തോടു കൂടി സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ ഒഴുക്ക് വലിയ തോതിൽ വർദ്ധിക്കുമെന്ന ഒരു കണക്കൂട്ടൽ തന്നെയാണുള്ളത്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ
തന്നെ പമ്പയിൽ നേരത്തെ മകരജ്യോതിയും മകരവിളക്കും ദർശിക്കുന്നതിന് യോഗ്യമായ ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഹിൽ ടോപ്പിൽ നിന്നും ത്രിവേണിയിലെ പെട്രോൾ പമ്പിനടുത്തു നിന്നുമൊക്കെ ആളുകൾക്ക് ഇത്തവണ മകരജ്യോതി ദർശിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ആ സ്ഥലങ്ങളിൽ നിന്ന് ജ്യോതി പതിവായി ദർശിച്ചിരുന്നവർ കൂടി ഒരുപക്ഷെ സന്നിധാനത്തേക്ക് പോകുന്നതിനുള്ള സാധ്യതകളാണ്. മകരവിളക്കിനും മകരജ്യോതി ദർശനത്തിനുമുള്ള സംവിധാനങ്ങൾ പൂർത്തിയായി വരുന്നു. ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഉത്തർപ്രദേശിലെ മുഴുവൻ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ 15-ലധികം റാലികൾ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കിയത് തിരിച്ചടിയല്ലെന്നും പാർട്ടി ശക്തി തെളിയിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസിനെ ഒഴിവാക്കി സമാജ്വാദി പാർട്ടിയും BSPയും കൈകൊടുത്തതോടെയാണ് ഉത്തർപ്രദേശിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം രൂപം നൽകിയത്. സംസ്ഥാനത്തെ 80 സീറ്റുകളിലും മത്സരിക്കാനാണ് നേതൃത്വത്തിന്റെ ധാരണ. പടിഞ്ഞാറൻ യുപിയിലെ ഹാപൂരിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കും. ഷഹ്റൻപൂരിലും ബറേലിയിലും മൊറാദാബാദിലും രാഹുൽ റാലിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയുടെ പ്രതിസന്ധിയായിരിക്കും മുഖ്യ പ്രചാരണ വിഷയം. ഫെബ്രുവരി മാസത്തിൽ മാത്രം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന 15 റാലികളാണ് സംസ്ഥാനത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ ഒഴിവാക്കി സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യം പ്രഖ്യാപിച്ചത് തിരിച്ചടിയാകില്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. I think the Congress party has a tremendous amount to offer the people of Uttar Pradesh. So we will obviously do our best as the Congress party. We will fight for our ideology, and I think we might give a surprise or two to people. 2009 ഒറ്റയ്ക്ക് മത്സരിച്ച് 22 സീറ്റുകൾ നേടിയ ചരിത്രമാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ സഖ്യം BJPയേക്കാൾ കോൺഗ്രസിന് ഗുണകരമാകുമെന്നും പാർട്ടി കരുതുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. സ്ഥാനാർത്ഥി നിർണയത്തിലെ പതിവ് ശൈലി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും ഇത് പ്രായോഗികമാക്കുക എളുപ്പമാകില്ലെന്നാണ് സൂചന. സിറ്റിംഗ് എംപിമാരും സീറ്റ് മോഹികളായ മുതിർന്ന നേതാക്കളും ചർച്ചയിൽ നിറഞ്ഞതോടെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക എന്നത് വലിയ വെല്ലുവിളിയാകും. ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്തുന്ന സീറ്റ് വിഭജനം തന്നെയാകും ഇത്തവണയും സംസ്ഥാനത്ത് നടക്കുക. ഈ RSSനെയും മോഡിയെയും പരാജയപ്പെടുത്താനും അതിന് കേരളത്തിലെ കോൺഗ്രസ് നിങ്ങളുടെ പങ്ക് വഹിക്കണം. കുറച്ചുകൂടെ ഉണരണം, കുറച്ചുകൂടെ താഴോട്ട് പോകണം, ഏറ്റവും അടിവേരിലേക്ക് പോകണം. സീറ്റ് ഉറപ്പിക്കാൻ സിറ്റിംഗ് എംപിമാർ, ഒഴിവുകളിൽ കണ്ണുനട്ട് സ്ഥാനമോഹികൾ. ഇതിനിടയിൽ AK ആന്റണിയുടെ ഈ പ്രഖ്യാപനം എങ്ങനെ സാധ്യമാകും? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അണിയറയിൽ തിരക്കിട്ട ചർച്ചകളാണ്. ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള സീറ്റ് വിഭജന ശൈലിക്ക് ഇത്തവണയും കാര്യമായ മാറ്റമുണ്ടായേക്കില്ല. അപ്പോൾ എങ്ങനെ ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്ന പുതുതലമുറ പങ്കാളിത്തം കേരളത്തിൽ ഉറപ്പുവരുത്തും? KPCC യോഗത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതൃസംഗമത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ പതിവ് ശൈലിക്ക് മാറ്റമുണ്ടാകുമെന്ന് AK ആന്റണി പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ പതിവാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത് പ്രകടമാവാറില്ല. പതിവ് മുഖങ്ങൾ തന്നെ സ്ഥാനാർത്ഥികളാവും. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള കേരളത്തിൽ നേതാക്കൾ നടത്താറുള്ള വീതം വയ്പിനെ ഹൈക്കമാൻഡ് കാര്യമായി എതിർക്കാറുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയ സാഹചര്യത്തിൽ നേതാക്കളെ മണ്ഡലങ്ങളുടെ പേരു ചേർത്ത് ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. പതിവ് നേതാക്കളാരും പിന്മാറാത്ത സാഹചര്യത്തിൽ പുതുമുഖങ്ങൾക്ക് ആര് വാതിൽ തുറന്നു നൽകുമെന്നതാണ് ചോദ്യം. TG സജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. TG സജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. സജിത്തിന്റെ ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പുകൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്ത കോൺഗ്രസിൽ ഈ പറഞ്ഞതുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയിലേക്ക് കെട്ടിയിറക്കില്ല, തിരുവനന്തപുരത്ത് ഇരുന്ന് ചില നേതാക്കൾ മാത്രം തീരുമാനിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും അനുരഞ്ജനം എങ്ങനെ സാധ്യമാകും? പഴയതുപോലെ തന്നെ കാര്യങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനല്ലേ സാധ്യത? തീർച്ചയായും അതിന്റെ സാഹചര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും അതുതന്നെയാണ് ഉയർന്നു വരുന്നത്. പ്രധാനമായും AK ആന്റണി കേരളത്തിലെത്തി സമീപ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ 2 പ്രസ്താവനകളാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പതിവ് ശൈലിക്ക് മാറ്റമുണ്ടാകും എന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കുന്നത്. അതിലൊന്ന് KPCCയുടെ ജനറൽ ബോഡി യോഗത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതായത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫെബ്രുവരി മാസത്തോടെ, അതായത് അടുത്ത മാസത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും എന്നതാണ് ആന്റണിയുടെ ഒരു പ്രഖ്യാപനം. ഇത് എല്ലാ തരത്തിലുള്ള ചർച്ചയും ഉണ്ടാകുമെന്നും ആന്റണി ആവർത്തിച്ചു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ നേതൃസംഗമത്തിലാണ് ആന്റണി മറ്റു ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് സംസ്ഥാനത്തുള്ള ചില നേതാക്കൾ മാത്രം കൂടിയാലോചിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പതിവ് ശൈലി ഇത്തവണ ഉണ്ടാവില്ല. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ഒരു ചർച്ച ഉറപ്പുവരുത്തും. ഒപ്പം തന്നെ
അത് ആരെയും നൂലിൽ കെട്ടിയിറക്കുന്ന നീക്കങ്ങളൊന്നും ഇത്തവണ ഉണ്ടാവില്ല എന്ന് ആന്റണി ആവർത്തിക്കുകയാണ് ചെയ്തത്. സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം തങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടുന്നില്ല എന്ന പരാതി ഉയർത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയായിരുന്നു ആന്റണിയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയം. പക്ഷേ ആന്റണിയുടെ ഈ വാദങ്ങൾ എങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഫലപ്രദമാകുമെന്നതാണ് ഉയർന്ന ചോദ്യം. അതുതന്നെയാണ് രഞ്ജിത്ത് ഇവിടെ പ്രസക്തമാവുന്ന കാര്യവും. കാരണം സംസ്ഥാന കോൺഗ്രസിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിലെ ശൈലി. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുണ്ട്. ചില പ്രധാന നേതാക്കളിൽ കേന്ദ്രീകരിച്ചാണ് സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയം നീങ്ങുന്നത് പോലും. അങ്ങനെയുള്ളിടത്ത് പിന്നെ എങ്ങനെ പുതിയ ആൾക്കാർക്ക് അവസരമുണ്ടാകും, അല്ലെങ്കിൽ ആന്റണി പറയുന്നത് പോലെയുള്ള ശൈലി മാറ്റം എങ്ങനെ കേരളത്തിൽ പ്രാവർത്തികമാകുമെന്നതാണ് ചോദ്യം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഉയരുന്ന കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുയരുന്ന ചർച്ചകൾ പോലും പ്രധാനപ്പെട്ട സിറ്റിംഗ് എം പിമാർ ആ സ്ഥാനങ്ങളിൽ തന്നെ മത്സരിക്കും, അതിനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത്. ഒപ്പം തന്നെ മുമ്പ് MLA-മാരും മന്ത്രിമാരുമായ പ്രധാനപ്പെട്ട പല നേതാക്കളും മറ്റു ചില മണ്ഡലങ്ങളിൽ മത്സരിക്കും. ഈ തരത്തിലുള്ള ചർച്ചകൾ പോലും നടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ പുതിയ മാറ്റം ഉണ്ടാകും എന്നതാണ് ചോദ്യം. എന്തായാലും കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും വലിയ അത്ഭുതങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്ന ഒരു നിലപാട്. ശരി സജിത്ത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ സേവ് ആലപ്പാട് സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ് 24 മണിക്കൂർ നിരാഹാരം അനുഷ്ഠിക്കും. സ്ഥലം MP കൂടിയായ KC വേണുഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്യും. ആലപ്പാട് IRE നടത്തുന്ന ഖനനം അവസാനിപ്പിക്കണം, സീ വാഷിംഗ് നിർത്തിവെക്കണം എന്നിവയാണ് ആവശ്യങ്ങൾ. ശ്യാം ദേവരാജ ചേരുന്നു. ശ്യാം, ഇപ്പോൾ ഈ സമരം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യമല്ലേ, എങ്ങനെ പുരോഗമിക്കുന്നു ഇത്? സമരത്തിന് സേവ് ആലപ്പാട് സമരത്തിന് പ്രത്യക്ഷ പിന്തുണയാണ് കോൺഗ്രസ് നൽകുന്നത്. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ യൂത്ത് നേതാവ് CR മഹേഷ് നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. 24 മണിക്കൂറാണ് CR മഹേഷ് നിരാഹാര സമരം അവസാനിപ്പിക്കുക, സമരം അനുഷ്ഠിക്കുക. സമരം ഇന്ന് 74ാം ദിവസമാണ്. കരിമണൽ ഖനനത്തിനെതിരെ നിരാഹാര സമരമാണ് ഇവിടെ നടക്കുന്നത്. ഇത് റിലേ സമരമാണ്. ഇന്ന് 74ാം ദിവസമാണ്. പ്രത്യേകിച്ചും സീ വാഷിംഗ് നിർത്തിവെക്കുക, കരിമണൽ ഖനനം നിർത്തിവെക്കുക എന്നൊരു മുദ്രാവാക്യം കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ ഉയർത്തുന്നത്. പക്ഷേ ആലപ്പാടിനെ രക്ഷിക്കുക എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് സേവ ആലപ്പാട് എന്ന കരിമണൽ ഖനന വിരുദ്ധ ജനകീയ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം കൂടിയാണ്. അതിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. CR മഹേഷ് നടത്തുന്ന അനിശ്ചിതകാലം ഇന്ന് നടത്തുന്ന 24 മണിക്കൂർ നിരാഹാര സമരം KC വേണുഗോപാൽ MP ആണ്. സ്ഥലം MP കൂടിയായ KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരപന്തലിലുണ്ട്. CR മഹേഷ് ആണെന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഇതിൽ KC വേണുഗോപാൽ MP സൂചിപ്പിച്ച കാര്യം, സംസ്ഥാന കേന്ദ്ര സർക്കാരിന് IRE കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ IREയുടെ ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് 4ാമത്തെ കത്ത് നൽകി. അത് ഈ സമരം ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതിന് മുമ്പാണ് നൽകിയത്. ആലപ്പാട്ടെ സമരം ഖനന വിരുദ്ധ സമരത്തിന് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവരുന്നത്. സഭാതർക്കം നിലനിൽക്കുന്ന കോലഞ്ചേരി പഴന്തോട്ടം പള്ളിയിൽ യാക്കോബായ സഭാധ്യക്ഷൻ തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ നടത്തിവന്ന ഉപവാസ സമരം അവസാനിപ്പിച്ചു. RDOയുടെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിൽ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകാമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ശ്രീനാഥ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ. ശ്രീനാഥ്, സമവായ നീക്കങ്ങൾ അത് വിജയം കണ്ടു എന്ന് വേണമോ കരുതാൻ? എന്തൊക്കെയാണ് ധാരണ ഉണ്ടായിരിക്കുന്നത്? സമവായ നീക്കങ്ങളെക്കാൾ ഉപരിയായിട്ട് ഓർത്തഡോക്സ് പക്ഷം അവരുടെ പ്രാർത്ഥനായജ്ഞം അവസാനിപ്പിച്ച് പള്ളിയിൽ നിന്ന് പോയിരിക്കുന്നു. പള്ളി പഴയതുപോലെ ഇന്നലെ അവർ പൂട്ടുപൊളിച്ച് പള്ളിക്കുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ അവർ മറ്റൊരു പൂട്ടിട്ട് പള്ളി പൂട്ടി അവർ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അവർ ഇനി പ്രാർത്ഥന നടത്തേണ്ട സമയമാകുമ്പോൾ മാത്രമേ വരൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത ആഴ്ചയായിരിക്കും ഇനി അവർ വീണ്ടും ഇവിടെ എത്തുക. ഏതായാലും ഇന്ന് അതുകൊണ്ട് വലിയ തോതിലുള്ളൊരു സംഘർഷത്തിന് അയവ് വന്നിരിക്കുകയാണ്. അതേസമയം യാക്കോബായ പക്ഷം സമീപത്തുള്ള ചാപ്പലിൽ ഇപ്പോഴും പ്രാർത്ഥനായജ്ഞം തുടരുകയാണ്. അവരുടെ പ്രാർത്ഥനായജ്ഞം ഇന്ന് മുഴുവൻ ഉണ്ടാവും എന്നാണ് അവരെ അറിയിച്ചിരിക്കുന്നത്. അവരേതായാലും പള്ളിയിൽ നിന്ന് പോകാൻ തയ്യാറല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് മറ്റ് പ്രാർത്ഥനാ ഇടങ്ങളില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാവ തിരുമേനി അദ്ദേഹത്തിൻ്റെ ഉപവാസ സമരം അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ തന്നെ പോയിരുന്നു. RDOയുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയത്. രാവിലെ ഇവിടെ കുർബാന
നടത്താൻ അനുവാദം തന്നാൽ പോകാമെന്നായിരുന്നു അദ്ദേഹം നൽകിയ ഉറപ്പ്. അതനുസരിച്ച് തന്നെ അദ്ദേഹത്തിന് ചാപ്പിൽ കുർബാന നടത്താനുള്ള അവകാശം പോലീസ് നൽകി. അതിനുശേഷമാണ് അദ്ദേഹം ആ കുർബാനയ്ക്ക് ശേഷമാണ് ഈ പള്ളിയിൽ നിന്ന് പോയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു വിഭാഗം, അതായത് യാക്കോബായ വിഭാഗം മാത്രമാണ് പള്ളി പരിസരത്തുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സംഘർഷത്തിനൊന്നും ഇപ്പോൾ സാധ്യതയില്ല.